അച്ചൂസ് ആണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയ കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ല മഴയാണ് ഗൈസ്, പോൾ ചെയ്താണ് വൈബാണ്. അപ്പോൾ ഇന്ന് സന്ധ്യയ്ക്ക് വേണ്ടി അമ്മച്ചിയോട് പറഞ്ഞ് ഞങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അച്ചു പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കപ്പ ഇറച്ചി വെക്കുക എന്ന് പറയും, പിന്നെ ചില സ്ഥലത്തിന് ഏഷ്യാടെന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ 2 കിലോ കപ്പ കഴുകി നുറുക്കി വെള്ളത്തിലിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതേസമയം ബീഫ് ഇച്ചിരി നെയ്യൊക്കെ ഉള്ളതാണ്. അതിനകത്തോട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ടേബിൾ സ്പൂൺ അളവിലാണ് എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 സ്പൂൺ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച്, അതായത് വെളിച്ചെണ്ണ മൂപ്പിച്ചിട്ട് ഇതിനകത്ത് ചേർത്ത്, അത് മൊത്തം ചേർക്കില്ല കേട്ടോ, പകുതിയാണ് ചേർക്കുള്ളൂ. കാരണം കപ്പ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ബാലൻസ് വെച്ചേക്കും. കപ്പയും ഇതും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ചേർക്കാനായിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഉപ്പും ചേർത്ത് ഇളക്കി അടുപ്പത്ത് തിരുമ്മി നമ്മളത് അടുപ്പത്ത് വയ്ക്കും. ഞങ്ങൾ 1 കിലോ ബീഫും പിന്നെ 2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഈ എല്ലിന് ബീഫിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ എല്ലും കുറച്ച് നെയ്യും ഒക്കെ വേണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇച്ചിരി നെയ്യും എല്ലും ഒക്കെ ഇട്ടാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ കുക്കറിനകത്ത് നമ്മൾ അടച്ച് 5 അല്ലെങ്കിൽ 6 വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് അത് പ്രഷർ പോകാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ കപ്പ ഇത് വെന്തിട്ടുണ്ട്. കപ്പ നമ്മൾ ഊറ്റി ഒരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ്. കാരണം ഒത്തിരി വെന്ത് പോകരുത്, വെന്ത് പോയാൽ ഒരു മിക്സ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. അത് കാരണം അധികം വെന്ത് പോകരുത്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. അപ്പോൾ ഇടയ്ക്കൊരു മാമ്പഴമൊക്കെ ചാടുന്നുണ്ട്. അച്ചു അത് പോയി എടുക്കാൻ പോയിട്ടുണ്ട്. ഒരു മാസത്തെ കഷ്ടി ഒരു അവധിയുള്ളൂ. ഇത് കപ്പ വെന്തു, കപ്പ വാരി വെച്ചേക്കുന്നു. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ബീഫ് മിക്സ് ചെയ്യണം. ഇത് ബീഫും കൂടെ ഇട്ട് ഒരു ഉരുളിക്കകത്ത് ബീഫും ഇട്ട് കപ്പയും കൂടി മിക്സ് ചെയ്യുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ ബാലൻസ് വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്ത് ഇളക്കി ഒരല്പം വെള്ളം കൂടിയൊക്കെ ഒഴിച്ചാൽ ശരിക്കും ആ മസാലയൊക്കെ ചീനച്ചട്ടിയിൽ നിന്ന് പോരാനായിട്ട്. അപ്പോൾ അതും കൂടി പൊട്ടിച്ചിട്ട് വെള്ളം കൂടി ഒഴിച്ച് കലക്കി അതിനകത്തേക്ക് ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അടുപ്പത്ത് തീ വെച്ചിട്ട് വേണം കേട്ടോ. തീ വെച്ച് അത്യാവശ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. കപ്പയും ബീഫും കൂടെ നല്ല ആ നെയ്യൊക്കെ ചൂടാകുമ്പോൾ നെയ്യും ഒക്കെ കൂടിയൊക്കെ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ ആ വായിൽ വെള്ളം ഊറും, അതുപോലത്തെ ടേസ്റ്റ് സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചില സ്ഥലത്തൊക്കെ ഇത് തേങ്ങ വറുത്തരച്ച് വയ്ക്കും. ഞങ്ങൾ വറുത്തരച്ചല്ല, വെറുതെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ രീതിയിൽ പല രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവും, പക്ഷേ ഈ രീതിയിലും കൂടി നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുകയും വേണം കേട്ടോ. പിന്നെ ഈ മഴയൊക്കെയല്ല, നല്ല മഴയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് ഇത് നന്നായിട്ട് ബ്ലെൻഡായിട്ട് ശേഷം കടുക് വറുത്തൊഴിക്കും. പിന്നെ ഇച്ചിരി ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം. ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ചു, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് താളിച്ച് ഉള്ളിമുളകും ഉപയോഗിച്ച് കറിവേപ്പില നേരത്തെ ഇട്ടതുകൊണ്ടാണ് അമ്മ കറിവേപ്പില ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ. ഇതുപോലെ കടുകൊക്കെ പൊട്ടിയിട്ട് ഉള്ളിയും ചുമന്നുള്ളിയും കുഞ്ഞുള്ളി എന്നല്ല പറയാം, കുഞ്ഞുള്ളിയും പിന്നെ കടുകൊക്കെ താളിച്ച് അതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിക്കും. എന്ന് കഴിഞ്ഞിട്ട് നല്ല സ്മെല്ലാണ് വരുന്നത്. എന്ത് സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വായിക്കട്ട് വെള്ളം ഒരു കപ്പലോർണ പോലെ തോന്നും. അത്രയ്ക്ക് സ്മെല്ലും അതിൻ്റെ ആ കൊതിയായിട്ട് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റിയാവും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. എനിക്ക് നല്ലപോലെ ഈ കടുക് ആൾ ചോദിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യും. ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ കല്യാണത്തിൻ്റെ തലേദിവസം വൈകുന്നേരത്തെ ചായയ്ക്ക് കട്ടൻ ചായയും ഏഷ്യാഡ് കപ്പ ബിരിയാണി, എല്ലും കപ്പ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന കപ്പ ബിരിയാണി ആണ് വൈകുന്നേരം 4 മണിക്ക്. അതൊരു സ്പെഷ്യലാണ്. എല്ലാവരും കൂടെ ഇരുന്ന് ഇതിപ്പോൾ ഞാൻ ഇലയിലൊക്കെ ആക്കി കടുങ്കാപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ആങ്ങളെ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അവൻ പറയും കേട്ടോ. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്.
നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കും. ഇതിൻ്റെ കൂടെ കട്ടൻ കാപ്പി ഉണ്ടെങ്കിൽ സൂപ്പർ.